നിങ്ങൾ പോലീസുകാരെ പറ്റി ഒരു പാരഡി ഇറക്കി എന്ന് പറഞ്ഞല്ലോ. പോലീസുകാരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ പാട്ടുമായിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വരണം കേട്ടോ. തമാശക്കല്ലേ സാറേ, കാട് വിട്ടുകളാ. ആ തമാശക്ക് ഞങ്ങൾ കുനിച്ചീർത്തി 2 ഇടി വരും, അതും കൊണ്ടോട്ട് പോരെ. ഇവിടെ കുറെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത ആളാണ് കേട്ടോ. പക്ഷെ മനീഷ് എല്ലാ സ്ത്രീകളെയാണ് ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു. പിന്നെ സാറേ, ചിരികളൊക്കെ മതി പോറാ. ഇളിഞ്ഞ ചിരിയുടെ ഉടമയെ കണ്ടു, ലളിത ഗാന വിഭാഗത്തിൽ മിടുക്കൻ. Once upon a time, once upon a time, once upon a time, once upon a time. Hello, namaskaram, my dear viewers, and welcome to yet another scintillating episode of Once Upon a Time, Kalippanum Kandhariyum. അങ്ങനെ ഒരു പുതുപുത്തൻ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏറെ സ്നേഹത്തോടെ നമ്മുടെ ജഡ്ജസിനെ വെൽക്കം ചെയ്യാം. ലെറ്റ്സ് ഫസ്റ്റ് വെൽക്കം our ചീഫ് ജഡ്ജ്, the actor, director, comedian രമേശ് പിഷാരടി. നമ്മുടെ സ്പെഷ്യൽ സെലിബ്രിറ്റി ഗസ്റ്റ് ആൻഡ് ജഡ്ജ്, നമുക്ക് ഏവർക്കും വളരെയധികം പ്രിയങ്കരനായ നമ്മുടെ സ്വന്തം കലാഭവൻ പ്രചോദേട്ടൻ. നമ്മുടെ എപ്പിസോഡുകളിൽ അനാവശ്യമായ കൗണ്ടർ മോഷണങ്ങൾ നടക്കുന്നു എന്നൊരു പരാതിയെ തുടർന്ന് പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഒരു വളരെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ചേട്ടാ പേരെന്തായിരുന്നു? ചേട്ടനല്ല, അളിയൻ. സോറി സർ, പേര് പറയുന്നത് മറന്നുപോയി. പേരിലൊക്കെ എന്തിരിക്കുന്നു, ഒരു പേരങ്ങ് പറഞ്ഞാ പോരെ. ഇൻവൈറ്റ് ചെയ്യണല്ലോ, ക്ഷണിക്കണമല്ലോ. അല്ല, മനസ്സിലായി, ഓർമ്മ വന്നു. സ്വാഗതം ചെയ്യുന്നു കോൺസ്റ്റബിൾ ബിൻസി മാത്യു. വെൽക്കം മാഡം. അല്ല സർ, വെൽക്കം, സ്വാഗതം. മത്സരത്തിനായിട്ട് ദേ ഒരു കിഡിലൻ കാന്താരിയും ഒരു കിഡിലൻ കലിപ്പനും റെഡിയായി നിൽപ്പുണ്ട്. നമുക്ക് സ്വാഗതം ചെയ്യാം കലിപ്പൻ മനീഷ് മണി ആൻഡ് കാന്താരി മഹേശ്വരി. സ്വാഗതം, സുസ്വാഗതം. മഹേശ്വരി ചേച്ചി കളറായിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ഇടയ്ക്ക് യൂസ് ചെയ്യാറുണ്ട് ഇങ്ങനെ ചുരിദാർ? ഞാൻ ചുരിദാർ ഉപയോഗിക്കാറുണ്ട്, പിന്നെ എപ്പോഴും സാരി അങ്ങനെ ഉപയോഗിക്കാറില്ല. എന്താ ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ? എനിക്ക് ചുരിദാർ തന്നെയാണ്. ആണല്ലേ? ഓക്കെ, പൊളിച്ച്, അടിപൊളി. ഹലോ, നമസ്കാരം. എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ കുറെ ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത ആളാണ് കേട്ടോ. മനീഷ് മണി ഇവിടെ വന്ന് പങ്കെടുത്തിട്ട് പ്രാവിനെ വളർത്തുന്ന പോലെയാ മനീഷ് മണീനെ. നമ്മൾ ഒരു പ്രാവിനെ മേടിച്ചു കൊടുത്ത് ഈ പ്രാവ് പുറത്തു പോയിട്ട് വേറെ പ്രാവുകളെ വിളിച്ചോണ്ട് നമ്മൾ വെട്ടി വരുമല്ലോ എന്ന് പറഞ്ഞ പോലെ അവിടെ ഒരു മിലിറ്ററിക്കാരനുണ്ടായിരുന്നു. അയാൾ എന്താ വെച്ചാൽ ഇയാൾക്ക് കോട്ട കിട്ടുന്ന കുപ്പി കിട്ടുമല്ലോ. ഈ കുപ്പി ഇയാളുടെ നാട്ടില് വീട്ടിലെത്തിയിട്ടുണ്ടെന്നും ഇത് മേടിക്കാൻ ആള് വരണമെന്നൊക്കെ എങ്ങനെ പറഞ്ഞു കിടക്കാൻ പറ്റില്ല. ഇച്ചിരി പ്രൗഢിയുള്ളൊരു വീട്ടുകാരനാണ്. അപ്പൊ അയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള വേറൊരാളുണ്ട് ആ നാട്ടിൽ കവലെ പോയിരിക്കുന്നത്. അയാളെ വിളിച്ച് 2 സ്മോൾ കൊടുത്തിട്ട് 1-ാം തീയതി ജംഗ്ഷനിലേക്ക് വിടും. ഇയാൾ അവിടെ ചെന്ന് അടിച്ചിട്ട് ഇങ്ങനെ മണത്ത് കിടക്കുമ്പോൾ കുടിച്ചിട്ടുണ്ടോ, സാധനം എവിടുന്ന് കിട്ടി, ഇന്നയാളുടെ വീട്ടിലുണ്ടല്ലോ. അങ്ങനെയാണ് പ്രൊമോഷൻ വിടുന്നത്. എന്ന് പറഞ്ഞാല് മനീഷ് മണി ഒരു സ്റ്റാൻഡപ്പ് ചെയ്തിട്ട് പോവും, ഒരു 8 പേരെ ഇങ്ങോട്ട് പറഞ്ഞു വിടും. നമുക്ക് ഈ ഫ്ലോറിനോട് ഭയങ്കര ഡെഡിക്കേഷൻ ആണ്. അപ്പൊ നമ്മളിലും ഒരു പ്രസൻസും വൈബും കൊടുത്തോണ്ടിരിക്കുക. നല്ല കാര്യമല്ലേ? നല്ല കാര്യം. അല്ല, നിങ്ങൾക്ക് മറ്റേ പരിപാടി ഉണ്ടോ? എന്ത് ഈ ബ്ലാക്കിലെ മദ്യം വിൽക്കുന്ന പരിപാടി ഉണ്ടെന്നോ? അല്ല, അത് വേറൊരു കഥ പറഞ്ഞ സാറേ. അതെ, ബ്ലാക്കിലല്ല, അത് മിലിറ്ററി കോട്ട കിട്ടുന്ന മദ്യം. മനീഷ് മണിക്ക് അങ്ങനെയൊന്നും കാര്യങ്ങളൊന്നും ഇല്ല. മനീഷ് മണി ആരെയൊക്കെയാണ് ഇങ്ങോട്ടേക്ക് റെഫർ ചെയ്ത് വിട്ടത്? സുഷ്മിത ദേവി ചേച്ചി, രാജമ്മ ചേച്ചി, പിന്നെ ജയശ്രീ ചേച്ചി. അടിപൊളി. ഇവര് 3 പേരും കിടിലങ്ങളാണ്. നല്ല കാര്യം കേട്ടോ. അവരെ സംബന്ധിച്ച് അവർക്ക് നല്ല വേദി അവസരം ലഭിക്കുന്നു. ഇപ്പൊ എല്ലാവരും മറ്റേ ഉദ്ഘാടനങ്ങൾ അടക്കം വളരെ ബിസി ആയിക്കൊണ്ടിരിക്കുന്നു. ചിലരൊരു നാട്ടിലെത്തിയിട്ട് രക്ഷപ്പെട്ടാ പിന്നെ ബാക്കിയുള്ളവർ രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി നോക്കുമല്ലോ. ശ്രമിക്കാറുണ്ട്. നിങ്ങൾ ഈ ഗൾഫിൽ പോയവരോട്, മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ UK പോയിട്ടുള്ള ചില സുഹൃത്തുക്കളോട് ഇവിടെ ഒരു കൂട്ടുകാര് അവിടെ എങ്ങനെ ഉണ്ടാ, അയ്യോ ഇങ്ങോട്ടെങ്ങും വരണ്ട കേട്ടോ, ഇവിടെയൊക്കെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ആരും വരാതിരിക്കാൻ ശ്രമിക്കും കുറെ ആൾക്കാര്. പക്ഷെ മനീഷ് അങ്ങനെയല്ല. പക്ഷെ മനീഷ് എല്ലാ സ്ത്രീകളെയാണ് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനീഷ് അത് അറിയണം. ഇല്ല, എന്ന് വെച്ചാല് ഞാൻ എപ്പോഴും ഈ സ്ത്രീ സംവരണം, നിങ്ങൾ തന്നെ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള സീസൺ തന്നെ ലേഡീസ് ഡെഡിക്കേറ്റ് ചെയ്തില്ല. ആ സമയത്ത് ആണുങ്ങളെ ഇങ്ങോട്ട് വിടാൻ പറ്റും? നമ്മളെ പോലെ തന്നെ അതിനു മുമ്പ് 3 സീസൺ ആണുങ്ങൾക്ക് വേണ്ടി ചെയ്തപ്പോ നീ എന്ത് ആരും വിടാഞ്ഞേ? അതിനു മുമ്പ് ഇവിടെ 2-3 സീസൺ ആണുങ്ങളെ വെച്ച് നടന്നല്ലോ. അപ്പൊ നിനക്കൊരു 3 ആണുങ്ങളെ ഇങ്ങോട്ട് പറഞ്ഞു വിടരുതോ? ഞാൻ ആദ്യം നിലത്തേക്കണ്ടേ, എന്നിട്ടുണ്ട് വേറെ ആൾക്കാർ. അല്ല, പിന്നെ മനീഷിന് പേടിയും കാണും. കാര്യം വേറെ ഇപ്പൊ ആണുങ്ങളോട് പറഞ്ഞ് ഇവിടെ വന്നൊരു സെലക്ഷൻ കിട്ടിയില്ലെങ്കിൽ അവര് നേരെ മനീഷ് നേരെ മെക്കിട്ട് കയറും. പെണ്ണുങ്ങളാണെങ്കിൽ ആ വിഷയം ഇല്ലല്ലോ, ഒന്നുമില്ല, പറഞ്ഞ ഒഴിവായി പോകാം. അതുകൊണ്ട് അല്ലേ? നിങ്ങൾക്ക് ആൾക്കാരെ വേണമെങ്കിൽ എന്റെ അടുത്ത് പറഞ്ഞ പ്രതികളുടെ ലിസ്റ്റ് ഞാൻ തരാം.
എന്തിന് ഇവിടെ പ്രതികളല്ലല്ലോ വേണ്ടേ, കോമഡിക്കാര് വേണ്ടേ? ആ കോമഡിക്കാരാണല്ലേ. ആളെ വേണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ച് പ്രതികൾ മതിയായിരിക്കുന്നു. ഓക്കെ, മനീഷിന് ജോലി കിട്ടിയത് എങ്ങനെ? പ്രൈവറ്റ് ജോബ് ആണോ, PSC വഴിയാണോ? PSC ടെസ്റ്റുകൾ എഴുതിയിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ട് അല്ലേ? എന്നാൽ ഈ വേദിയിൽ നമ്മൾ അതിനും ഒരു അവസരം കൊടുക്കുന്നുണ്ട്. യെസ്, PSC, that is Parody Song Challenge. അപ്പോൾ നമ്മുടെ ആ ഒരു മച്ച് അവൈറ്റഡ് സെഗ്മെന്റിലേക്ക് ക്ഷണിക്കുന്നു K7 മാമൻ. സാറേ നമസ്കാരം. എത്ര കേസുണ്ട്? ഏത് കേസ്? ഒരുപാട്. കേസ് അങ്ങനെ ഒന്നുമില്ല, ഞാൻ നോക്കാറില്ല കേസൊന്നും. പിന്നെ കേസ് മാമൻ എന്ന് പറഞ്ഞു. കേസ് മാമൻ K7 മാമൻ. K7 മാമൻ. K7 ആ മാമൻ. K7 എന്നാണ്. K7 എന്നും പറയും, കേശവൻ എന്നും ചിലപ്പോ പറയും. ഓക്കെ സല്യൂട്ട്. നിങ്ങൾ പോലീസുകാരെ പറ്റി ഒരു പാരഡി ഇറക്കി എന്ന് പറഞ്ഞിട്ടോ? പോലീസുകാരെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ പാട്ടുമായിട്ട് നേരെ സ്റ്റേഷനിലേക്ക് വരണം കേട്ടോ. ഞങ്ങളൊന്ന് കേട്ടു നോക്കട്ടെ. തമാശക്കല്ലേ സാറേ, കാട് വിട്ടുകളാ. തമാശക്ക് ഞങ്ങൾ കുനിച്ചീർത്തി 2 ഇടി തരും, അതും കൊണ്ടുപോയിട്ട് പോരാ കേട്ടോ. പിഷാരടി ശരിക്കും K7 എന്നുള്ള സംഭവം എന്താണ്? അത് K7 ആണത്. പിഷാരടിയാണ് അതിന്റെ ആള്. ആ പേരിട്ട് K7 ആളാണ്. എന്നോട് പലരും ചോദിക്കാറുണ്ട് K7. K7 എന്ന് പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ പദമാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ പൊതുവെ വസന്തങ്ങൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ നേതാവാണ് K7 മാമൻ. അതായത് ഈ രാത്രി 12 മണി കഴിഞ്ഞാല് ചില കിരണങ്ങൾ വരും, അതുകൊണ്ട് ഫോൺ ഓഫ് ചെയ്ത് വെക്കണം എന്ന് പറയുന്ന നാസയുടെ ഉപദേശം വന്നു. അല്ലെങ്കിൽ ഈ കുടിക്കുന്ന ജ്യൂസിൽ എയ്ഡ്സിന്റെ രക്തം കലക്കിയിട്ട് ഇന്ന കടയിൽ കൊടുത്തു. 2 കൊല്ലം മുമ്പ് കാണാതെ പോയിട്ട് തിരിച്ചു കിട്ടിയ കുട്ടിയുടെ ഫോട്ടോ വീണ്ടും ഇട്ടിട്ട് ഈ കുട്ടിയെ കിട്ടുന്നവർ രക്ഷിക്കുകയാണ്. ഇതാണ് സ്വർണ്ണനാഗം, ഇതിന്റെ ഫോട്ടോ ഷെയർ ചെയ്താല് ഗുണം വരുന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന ഡിജിറ്റൽ ലോകത്തിലെ കാര്യങ്ങൾ അറിയാത്ത ഒരു പഴയ ആളാണ് K7 മാമൻ. വളരെ കറക്റ്റ് ആയിട്ടാണ് രമേശ് ചേട്ടൻ. ഇതുപോലെ ഒരു കേസ് ഞങ്ങളുടെ സ്റ്റേഷനിൽ വന്നതാ. ആ സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ, ആ ഫോട്ടോ ഈ കുട്ടിയെ കാണാതായി, സ്കൂൾ യൂണിഫോം ഇട്ട് നിൽക്കുന്ന കുട്ടി, ഈ കുട്ടിയെ കാണാതായിട്ടുണ്ട്, കണ്ടു കിട്ടുന്നവരുടെ അടുത്ത സ്റ്റേഷനിൽ ഏൽപ്പിക്കാന്ന് പറഞ്ഞിട്ട് ഭയങ്കര പരസ്യമാണ്. അവസാനം അന്വേഷിച്ച് പിടിച്ചു വന്നപ്പോ ആരാ? അമലാപോള് സ്കൂളിൽ പഠിക്കുമ്പോഴുള്ള യൂണിഫോം ഇട്ട വേഷം. അത് ശരിക്കും നടന്നതാ, തമാശക്ക് പറഞ്ഞല്ല. ഞങ്ങൾ എത്ര ഓട്ടോ ഓടിയെന്ന് അറിയാമോ? പിന്നെ ഈ കൊച്ചിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണ്ടേ? സാറ് എന്റെ പാട്ട് കേൾക്കാറുണ്ടോ? അതല്ലേ ഞാൻ പറഞ്ഞേ, ഞങ്ങളുടെ സ്റ്റേഷനിൽ പ്രതികളെ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഇതാണ് ചെയ്യുന്നത്, ഞങ്ങളുടെ പാട്ടിട്ട് കേൾക്കും. അങ്ങനെ തരിപ്പ് തീർക്കും. പിന്നെ സാറേ തിരികളൊക്കെ മതി പാടാ. സ്വഭാവം മാറ്റുന്നത് പാടല്ലേ? പഠിക്കും. മനീഷ് മണിയും മഹേശ്വരി ചേച്ചിയും പാട്ട് ശ്രദ്ധിച്ചു കേട്ടല്ലോ. അപ്പം ചോദിച്ചു കഴിഞ്ഞാല് അതാണ് നമുക്ക് പാട്ട് കേട്ടിട്ടുണ്ട്, എന്റെ ഒറിജിനൽ കേട്ടിട്ടുണ്ട്. ഇലഞ്ഞിപ്പൂമണമൊഴുകി വരുന്നു, ഇന്ദ്രിയങ്ങളിലതു പടരുന്നു,
പകൽക്കിനാവിൻ പനിനീർമഴയിൽ നിന്നു നിൻ മുഖം പകർന്ന ഗന്ധം. അപ്പോ സാർ ചോദിച്ചോട്ടെ ചോദ്യം. ചോദിച്ചോ ആ മുട്ടി നിൽക്കേ ഉത്തരം പറയാം മുട്ടി നിൽക്കേ. ഓക്കെ ശരി. ഒന്നാമത്തെ ചോദ്യം, അളിഞ്ഞ ഗാനം ഞെളിഞ്ഞു പാടുന്ന മാമന്റെ പേരെന്ത്? രവി. അടുത്തത്, രവി മാമൻ രജത ജൂബിലി ആഘോഷത്തിന് പാടിയതെന്ത്? രജത ജൂബിലി ആഘോഷത്തിൽ ലളിത മണിമാമൻ വക എന്ത് പാടി? മണിമാമൻ വക എന്താ പാടിയത്? ഇപ്പൊ പറഞ്ഞായിരുന്നു ഇപ്പൊ പറഞ്ഞായിരുന്നോ? പറഞ്ഞു പറഞ്ഞോ എന്ത് തനം? എന്തായിരിക്കും? ഗാനങ്ങൾ എന്ത് പലതുണ്ടല്ലോ. തനമാണ് പാടിയത്? എന്ത് തനമായിരിക്കും? തനം എന്ത് ഗാനമാണ് പാടിയത്? ഇളിഞ്ഞ ഗാനം. അല്ല അല്ല. അടുത്ത് വന്നു വരൂ. മാമൻ പറഞ്ഞോട്ടെ ഭാഷതു പാടി. ഈ സാർ ഇവര് പറയത്തില്ല, ഞാൻ പറഞ്ഞോട്ടെ സാർ. പറഞ്ഞോ സാറിന് മുട്ടി നിൽക്കുന്ന- കീർത്തനം. കീർത്തനം. നമ്മളങ്ങനെ അവസരം കൊടുക്കുന്നതല്ല. എന്നാലും മൂന്നാമത്തെ ചോദ്യം, പ്രകൃതി ദുരന്തം പോലെ മറ്റൊരു ദുരന്തം എന്താണത്? രവിമാമന്റെ പാട്ട്. പിന്നെ അല്ലേ? വെരി ഗുഡ്. അപ്പോ ഈ ഒരു സെഗ്മെന്റ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനീഷാണ് 2 പോയിന്റ്സ് ലഭിച്ചിരിക്കുന്നത്. വെരി ഗുഡ് കേട്ടോ. അപ്പൊ നിനക്ക് തോന്നിയില്ലേ ഞാൻ നന്നായിട്ട് പാട്ട് പാടുന്നു? ഇത് തന്നെയായിരുന്നു എൻ്റെ പ്രശ്നം. ഞാൻ ഇങ്ങനെ പാട്ട് പാടി സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഫസ്റ്റ് കമൻറ്റ് വരും, വല്ല പണിക്കുമ്പോഴാ. ഈ പറയണവൻ്റെ വീട്ടിൽ അവൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഞാൻ ഡെയിലി പണിക്ക് പോണത്. എന്നാലും അവനിത് പറയും. അടുത്ത കമൻറ്റ്, ഇവിടെ തുറക്കാൻ പാടില്ലോ, ഭയങ്കര വെറുപ്പീരാണല്ലോ. എന്നിട്ട് ഇവൻ തന്നെ ഇവൻ്റെ അമ്മൂമ്മയുടെ അടിയന്തരത്തിന് വരെ എന്നെ വിളിച്ച് പാട്ട് പാടിപ്പിക്കും. അന്ന് പാടിയ പാട്ട് ഞാൻ അന്ന് വൈകുന്നേരം സ്റ്റാറ്റസ് ആക്കി കഴിഞ്ഞാൽ അന്നേരം അവൻ പറയും, പിന്നേക്ക് ഏതാ ലെവലാതെയാണ് ഈ പരിപാടിക്ക് വിളിക്കുന്നത്. ഒരു പാട്ടുകാരനാവാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് തന്ന പ്രോത്സാഹനമാണ്. ഇത് മാത്രമൊന്നുമല്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ വൈഫിൻ്റെ ഫാമിലി എല്ലാവരും കൂടെ ലുലു മാളിൽ കറങ്ങാൻ പോയപ്പോഴത്തേക്കും ഒരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്ന്, എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ എന്ന്. ഞാനാണ് ഈ ഫണ്ട്സ് പോണൊക്കെ ചെയ്തിട്ട് സ്റ്റാറായിട്ട് നിൽക്കുള്ളൂ. അതെ മനീഷാണ്, അതെ സ്റ്റാൻഡപ്പ് കോമഡിയാണ്. അല്ല കോമഡി അല്ല, പാട്ട് പാടുമോ? പിന്നെ ഞാൻ സ്കൂളിലും ഫേസ്ബുക്കിലൊക്കെ ഇഷ്ടംപോലെ പാട്ട് പാടി തിളങ്ങി വെക്കുക. അപ്പോൾ പറഞ്ഞ് ഫേസ്ബുക്കും വാട്സപ്പൊന്നും എനിക്കില്ല, നമ്മൾ അടുത്തിരുന്ന് ഇങ്ങനെ പാടിയിട്ടുണ്ട്. ഗാനവിളിക്ക് പാടുക? അല്ല. പെട്ടെന്ന് പുള്ളി പറയുവാണേ, മുല്ലപ്പന്തൽ ഷാപ്പിൽ ഡെസ്കിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് നമ്മൾ കൈകൊട്ടി പാടിയിട്ടുണ്ട്. ഇത്രയും സോഷ്യൽ മീഡിയ കിടന്ന് ഞാൻ അലറി വിളിച്ചിട്ട് പുള്ളിക്ക് അതൊന്നും പറ്റിയില്ല. ഞാൻ പണ്ടെങ്ങാണ്ട് ഷാപ്പിൽ പോയ സാധനമാണ് വരുന്നത്. ഞാൻ വൈഫിനോട് പറഞ്ഞ്, പുള്ളി കള്ളാണ്, പറയുന്ന മുഴുവൻ കള്ളമാണ്. കഷ്ടകാലത്തിനപ്പം തന്നെ എൻ്റെ മൊബൈൽ റിങ് ചെയ്ത്. അതാണ് ഈ മറ്റേ പാട്ട്, കുതന്ത്രതന്ത്രതന്ത്രമൊന്നും അറിയില്ലടാ, കുടിച്ച കള്ളമൊന്നും പറയില്ലടാ. ഈ പാട്ടൊക്കെ നമുക്ക് തന്നെ പാരേ. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി പാട്ടുകൊണ്ട് ഞാൻ രക്ഷപ്പെടില്ലെന്ന് വിചാരിച്ചിട്ട് പാട്ടുകൊണ്ട് നമുക്ക് എങ്ങനെ പ്രസിദ്ധി നേടാൻ പറ്റില്ല, കുപ്രസിദ്ധി. പാട്ട് വെച്ചുകൊണ്ട് ഞാനിപ്പോൾ ഇൻഫ്ലുവൻസറാണ്, അതായത് പഫ്ലുവൻസർ. മനസ്സിലായില്ലേ? അതായത് പാട്ട് വെച്ചിട്ട് ഞാൻ സോഷ്യൽ മീഡിയ കണ്ടന്റുകളായ കുത്തിത്തിരിപ്പ്, വിവാദം, മോട്ടിവേഷൻ, തേപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളെ കുറിച്ച് ആൾക്കാർ ക്ലാസ് എടുക്കണം. ഉദാഹരണത്തിന് നമുക്ക് പ്രസിദ്ധി പറ്റിയില്ലെങ്കിൽ കുപ്രസിദ്ധിയാവുക. ഒരു 2 വരി എടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് വിവാദത്തിലേക്ക് കയറാൻ പറ്റും. ഉദാഹരണത്തിന് വളരെ നിർദോഷമായ ഒരു പാട്ടാണ്, ആലായാൽ തറ വേണം അടുത്തൊരമ്പലം വേണം. ഇത് പാട്ടി കിറ്റായി കഴിഞ്ഞാൽ ചെറിയ മാറ്റം അങ്ങ് കൊടുക്കുക. ആലായാൽ തറ വേണോ അടുത്തൊരമ്പലം വേണോ, അപ്പം തന്നെ ചെറിയൊരു കുത്തിത്തിരിപ്പ് അവിടെ വന്നു കഴിയും. അടുത്ത വരി എന്ത് ചെയ്യണം വെച്ചാലേ നമ്മളങ്ങ് രജിസ്റ്റർ ചെയ്യണം. ആലായാൽ തറ വേണ്ട അടുത്തൊരമ്പലം വേണ്ട, ആലിനു ചേർന്നൊരു കുളവും വേണ്ട. തറ വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തറകൾ ഇടപെടും, അമ്പലം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മതവികാരം വ്രണപ്പെടും, പിന്നെ കുളം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകർ ഇടപെടും. ഒരു 3 ആഴ്ച സോഷ്യൽ മീഡിയയും സൊസൈറ്റിയിൽ നിന്നങ്ങ് കത്തും. സത്യമായിട്ട് പറഞ്ഞാൽ ഇനി അടുത്തത് സ്ത്രീ പ്രാതിനിധ്യം. അതായത് പാടം പൂത്ത കാലം. ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യും, പക്ഷെ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള ഡ്യുവറ്റ് പാട്ടിൽ സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വെറുതെ ഹമ്മിങ്ങിൽ 1% താഴെയൊക്കെ ഒതുക്കി നിർത്തിയിരിക്കുക. എനിക്കിത് പറ്റില്ല. പക്ഷേ മലയാള സിനിമ തന്നെ ഇത് കൃത്യമായിട്ട് അളന്നു കുറിച്ച് 50% സംവരണം ഉറപ്പാക്കിയ ഒരു പാട്ടിറക്കിയിട്ടുണ്ട്. കേട്ടിട്ടില്ലേ? കണ്ണിൽ മിന്നുന്ന തിളക്കം, ദൂരെ തോണി പട്ടിപ്പള തിളുക്കം, ദൂരെ അന്തിക്ക് ചെന്തെങ്കിൽ ചെണ്ണുകിൽ ചാന്തിട്ട് പൂക്കില തോൽക്കും ഗതം. ഇത്രയും കൃത്യമായിട്ട് സംവരണം പാർലമെന്റ് കൂടിയില്ല, കൃത്യമായിട്ട് ചെയ്ത സാധനമാണിത്. അതുപോലെ തന്നെ
നമുക്ക് അടുത്ത എന്താ വെച്ചാൽ നമുക്കറിയാം സ്ത്രീ എന്ന് പറയുന്നത് പുരുഷന്മാരുടെ വിജയത്തിന് എപ്പോഴും പിന്നിൽ നിൽക്കുന്ന ആളാണെന്ന്. അല്ലേ ഡയനക്ക് സംശയമുണ്ടോ? അത് സംശയം ഉണ്ടെങ്കിൽ തന്നെ ഞാൻ അതൊരു വിജയത്തിലേക്ക് ഞാനൊരു പാട്ടിൻ്റെ പോർഷൻ പറഞ്ഞുതരാം. അതിൽ കൃത്യമായിട്ട് വരച്ച് കാണിക്കുന്നുണ്ട്. മേഘത്തേരിൽ ആ ആ ആ ഇത്ര പാടുപെട്ട് എന്ത് ചെയ്യണം എന്നറിയാവുന്ന ആ പുരുഷനെ രക്ഷിച്ചത് അവിടെ കൂടിയുന്ന കുഞ്ചാക്കോവനടക്കമുള്ള പുരുഷന്മാരല്ല, ഒരു സ്ത്രീയാണ്. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഒരു ബുദ്ധിമുട്ടുണ്ടാവുമ്പോൾ സ്ത്രീയാണ് നമ്മുടെ രക്ഷയ്ക്കെത്തിയത്. ഈ സാധനം കട്ട് ചെയ്ത് റീൽസാക്കി ഫേസ്ബുക്കിൽ ഇട്ടാണ്ടല്ല, ഫെമിനിസ്റ്റുകളുടെ അടക്കം ഇടിലമായിട്ട് ഞാൻ മേടിച്ചു കൂട്ടും. അടുത്തത് പ്രസൻറ്റേഷൻ സ്കില്ല്. നമ്മൾ എന്ത് കാര്യങ്ങളും നന്നായി പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് കൂടുതലും വേണ്ടി വരുന്നത് ഭർത്താക്കന്മാർക്കാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് മിക്ക ഭർത്താക്കന്മാരും ഭാര്യമാരോട് ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. കൂടുതൽ ആലോചിച്ച് കാട് കയറൊന്നും വേണ്ട. ഈ സ്വർണം പണയം വെക്കാൻ നമ്മൾ ചോദിക്കത്തില്ലേ, സാധാരണ ചോദിക്കുന്നത് എടി വേറൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ടാണ്, അടുത്ത മാസം എടുത്ത് തന്നേക്കാം, നമുക്ക് വേണമെങ്കിൽ ഇനി 1 പവൻ കൂടെ കൂട്ടി മേടിക്കാം, ഇങ്ങനെയൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ വൈഫ് തരത്തില്ല. അതിന് നമ്മൾ കാവ്യാത്മകമായിട്ട് പ്രസൻറ്റ് ചെയ്യണം, റൊമാൻറ്റിക്കായിട്ട് ചേർന്ന് നിന്നിട്ട് ചന്ദ്രികക്കെന്തിന് വൈഡൂരം കാട്ടാറിനെന്തിന് പാദസരം എൻ കൺമണിക്കെന്തിനാഭരണം. താലിമാല വരെ അവൾ എടുത്തു തരും. 1 മാസം കഴിയുമ്പോഴത്തേക്ക് പണയം തിരിച്ചു വയ്ക്കുമ്പോൾ നമ്മൾ അടുത്ത പാട്ടിറക്കും. എള്ളോളന്തരി പൊന്നന്തീന നെല്ലി തഞ്ചാവൂർ പട്ടന്തീന. പക്ഷേ ഈ പരിപാടി ഞാൻ എൻ്റെ വീട്ടിലിറക്കിയപ്പോൾ എൻ്റെ വൈഫ് എന്നോട് പറയാ, കരിങ്കാളിയാണേ കൊടുങ്കല്ലൂർ വാഴണ പെണ്ണാണ്. കൊടുവാളെടുത്ത് അവൾ വാളെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്ത് ചെയ്ത് പണയെടുത്ത് അവൾക്ക് കൊടുത്തു. വേറൊന്നും വിചാരിക്കരുത്, ഇത് നമ്മുടെ ഗ്രൂമർക്കുള്ളതാണ്. കാരണം ഗ്രൂമർ എന്നോട് പറഞ്ഞ് ഈ സ്ക്രിപ്റ്റിലുള്ളത് മാത്രം പറയാതെ പെട്ടെന്ന് എന്തെങ്കിലും കയ്യിൽ നിന്നിട്ട് പറയണോ, വേറൊന്നും വിചാരിക്കരുത്. അടുത്തത് മോട്ടിവേഷൻ. ഈ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. നിങ്ങളെ ആരെങ്കിലും യൂസ്ലെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് പോയി പണി നോക്കാൻ പറയാം. കാരണം ഈ ഭൂമിയിൽ യൂസ്ലെസ് ആയിട്ട് ഒരു സാധനം പോലും ഇല്ല. ഞാൻ എക്സാമ്പിൾസ് അതും കേൾപ്പിച്ചു തരാം. കൊന്നരി കോനാരി എന്തെങ്കിലും തോന്നിയോ? കത്തിനക്കിടി നാച്ചീരെ ഇപ്പം എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? തോന്നണ്ടാവില്ല. ചില്ലിനക്കിടി നാച്ചിക്കട്ടോരെ പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ലാത്തൊരു സാധനം. പക്ഷേ ഈ സാധനം ഇങ്ങനെയൊന്ന് കേട്ട് നോക്കി, കൊന്നരി കോനാരി കത്തിനക്കിടി നാച്ചീരെ ചില്ലിനക്കിടി നാച്ചിക്കട്ടോരേ. ഇതിൻ്റെ കൂടെ ലാലേട്ടൻ്റെ ഡാൻസും കൂടെ ആയപ്പോഴത്തേക്കും സാധനം വേറെ ലെവലായി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഉപയോഗശൂന്യമായ സാധനങ്ങളെ നല്ല കഴിവുള്ളവരെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അവനൊക്കെ വേറെ ലെവലാവുന്നു. പുതിയ പടത്തിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയായിരുന്നെങ്കിൽ ഞാനൊക്കെ വേറെ ലെവലായിരിക്കും. അല്ലെങ്കിൽ വീണ്ടും ഈ കൊന്നരി പാടിക്കൊണ്ട് ഞാനിവിടെയൊക്കെ നിൽക്കേണ്ടി വരും. അതാണ് പറയാൻ ഉദ്ദേശിച്ചത്. അടുത്തത് ഡിപ്രഷൻ. എല്ലാവരോടും ചോദിച്ചാലും എനിക്ക് ഡിപ്രഷനാണ്. എനിക്കും ഉണ്ടാവാറുണ്ട്. എനിക്ക് ചില പാട്ടുകൾ കേട്ട് കഴിഞ്ഞാലേ പെട്ടെന്നൊക്കെ ഡിപ്രഷനാവും, ഭയങ്കര നിരാശ തോന്നും. ഒരു പാട്ടാണ് ദൂരെ കിഴക്കുതിക്കും മാണിക്കച്ചെമ്പഴുക്ക. ഈ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്ക് എങ്ങനെയാണ് ഡിപ്രഷൻ ഉണ്ടാവുന്നത്? ഈ ചരണം ഭാഗത്തൊരു സാധനം ഉണ്ടെന്നേ കേട്ടോ. തെക്കേ തൊടിക്കരികിൽ കാലൊച്ച തിരിച്ചെറിഞ്ഞു തുളുനാടൻ പൂമ്പട്ട് വിരിച്ചു വെച്ചു നിന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ ചെന്തളിർ ചുണ്ടത്തു മുത്തം തരും. ഒന്ന് ആലോചിച്ച് വെക്കണേ. തെക്കേ തൊടിയിൽ വന്ന് തുളുനാടൻ പട്ട് വിരിച്ചു കെട്ടിപ്പിടിച്ച് ചെന്തളിർ ചുണ്ടത്തിൽ ലിപ്പ് ലോക്ക് ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ അവിടെ എന്തെങ്കിലും നടക്കുമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും അടുത്ത ലൈൻ പറയുകയാണ്, ഒരു കൃഷ്ണത്തുളസിപ്പൂ നുള്ളി മുഴുത്തുമ്പിൽ ചാർത്തി തരൂ. ഈ സമയത്ത് തുളസി പറിക്കുമ്പോൾ നമ്മുടെ വല്ല ഗണപതി ഹോമമാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് എന്ത് ഡിപ്രഷനാണ്. അല്ലേലും ഈ കവികൾക്ക് പൊതുവെ മനസാക്ഷി എന്ന് പറഞ്ഞ സാധനമില്ല. നമ്മുടെ ലെജൻഡറി റൈറ്ററാണ് വയലാർ. എനിക്ക് വയലാറുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നേ. കാരണം മലയാളത്തിൽ ആദ്യമായിട്ട് തേപ്പ് പ്രൊമോട്ട് ചെയ്തത് ഈ വയലാറാണ്. കേട്ടിട്ടില്ലേ? ഞാൻ ഉദാഹരണ സഹിതം പറയാം. നാടാകെ തെളിനീര് നൽകേണം നാടോടിപ്പാട്ടുകൾ പാടേണം കടലിൽ നീ ചെല്ലണം കാമുകനെ കാണണം. ഈ കടലിൽ ചെന്ന് കാമുനെ കാണുമ്പോൾ നമ്മളെന്താ വിചാരിക്കണേ? ഐസ്ക്രീം ഒക്കെ കളിച്ച് അടിപൊളിയാക്കുന്നു. അടുത്ത ലൈനാണ് കല്യാണം അറിയിക്കണം നിന്റെ കല്യാണം അറിയിക്കണം. സ്വന്തം കാമുകനോട് കല്യാണം അറിയിക്കാൻ പറഞ്ഞാൽ എന്ത് കവി എന്താ ഉദ്ദേശിക്കുന്നത്? ഇത് തന്നെയാണ് കുഴപ്പം. പക്ഷെ കവികൾക്ക് പ്രത്യേകിച്ച് എപ്പോഴും ഒരു പ്രിവിലേജ് ഉണ്ടല്ലോ. കാരണം എന്ത് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ തെറിയാവും, പക്ഷെ ഇവർ ഉപയോഗിക്കുന്നത് വേറെ ലെവലാ. ഉദാഹരണത്തിന് നാറി, ആരും വിളിയേക്കേണ്ട, ആരും വിളിച്ചതല്ല. നമ്മൾ പൊതുവെ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നാറി എന്ന് ഉപയോഗിക്കുന്നത്. നമ്മൾ പറഞ്ഞാൽ അങ്ങനെയാണ്. പക്ഷെ കവികൾ തീർത്ത് ഉപയോഗിക്കും വേറെ ലെവലാവും. കേട്ടിട്ടില്ലേ? കന്നി നീലാവത്ത് കസ്തൂരി പെയ്യുന്ന കൈതേ കൈതേ കൈനാറി. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഏത് നാറിയെ അല്ല വേണ്ട, കഴിവുള്ളവരെ കിട്ടിക്കഴിഞ്ഞാൽ നാറി വരെ വേറെ ലെവലിലാവും. ഇപ്പം പൊതുവെ നല്ല പാട്ടുകളൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളിൽ പലർക്കും, ഇനി ഇത് സോഷ്യൽ മീഡിയ വരുമ്പോൾ കേൾക്കുന്ന പലർക്കും
എൻ്റെ തന്തയ്ക്ക് വിളിക്കാനുള്ള ഒരു മനോവികാരം ഉണ്ടാവും. സംസ്കാര സമ്പന്നരായ നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കത് വയലാറിന്റെ വരികളെടുത്ത് വിളിപ്പിക്കാം. എന്നാ പിടിച്ചോ. തന്തന തന്തന തന്താ തന്തന തന്തന തന്താ തന്തന തന്തന തന്താ. ഇതൊക്കെ ഞാൻ പാടുന്ന പാട്ടുകളാണ്. ഇനി പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നാട്ടിൽ കൂടെ നടക്കുമ്പോഴത്തേക്കും നാട്ടുകാർ എന്നെ നോക്കി പാടുന്ന ഒരു പാട്ടുണ്ട്. നാരി 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 മുന്നേ നാരി 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 മുന്നേ നാരി. നാറ്റിക്കരുത്. മനേഷ് മണി സൈനിങ് ഓഫ്. അയ്യോ, മനേഷ് മണിയുടെ പെർഫോമൻസ് ഇസ് റിയലി സൂപ്പർ. അടിപൊളി. നല്ല സ്ക്രിപ്റ്റ്, നല്ല ഒബ്സർവേഷൻ, പ്രസന്റേഷൻ, പിന്നെ അത്യാവശ്യം വളരെ നന്നായിട്ട് പാട്ട് പാടുന്നുണ്ടും അതും എല്ലാം നല്ല കോംപ്ലിമെന്റ് ആയി ബ്ലെൻഡ് ആയി പോയി. ഓൾ ടുഗദർ സൂപ്പർ അല്ലേ ചേട്ടാ? ഞാൻ എൻ്റെ തുടക്കകാലത്തൊക്കെ ഈ തമാശ പറയുമ്പം പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റും എഴുതുമ്പോഴും ഉണ്ടാക്കുമ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് ഒരാളെ ചിരിപ്പിക്കാൻ വലിയ എളുപ്പമാണ്. ഒരു 10 മണ്ടത്തരം പറഞ്ഞാൽ മതി, ആൾക്കാർ ചിരിച്ചിരിക്കും. നമ്മൾ മണ്ടത്തരം പറഞ്ഞാൽ ആൾക്കാർ ചിരിക്കും. ഒരു 10 എണ്ണം 15 എണ്ണം പറഞ്ഞു കഴിയുമ്പം നമ്മളൊരു നല്ല മണ്ടനായി മാറും. നിരന്തരം മണ്ടത്തരം പറയുന്നതുകൊണ്ട് നമ്മളൊരു തമാശക്കാരനാണ്, ഒരു ഹ്യൂമർ പറയുന്നവനാണ് എന്ന ആളുകൾ പറയണമെങ്കിൽ ഇതിന് വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇപ്പം തമാശയ്ക്ക് ചളി എന്ന പേര് വന്നത്. അങ്ങനെ ആയതുകൊണ്ടാണ്. പക്ഷേ നമ്മൾ പറയുന്ന തമാശയിൽ അത് എനിക്ക് തോന്നിയില്ലല്ലോ, അത് ഞാൻ ഇത്രയും നാൾ കേട്ടിട്ട് നമുക്കത് പിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന് തോന്നുന്ന എലമെന്റ്സ് അതിലുണ്ടാകുമ്പം അതുണ്ടാക്കിയ ആളുടെ ക്രിയേറ്റിവിറ്റിയെക്കുറിച്ച് ആളുകൾ ചിന്തിച്ചു തുടങ്ങും. അങ്ങനെ വളരെ ക്രിയേറ്റീവായ ഒബ്സർവ് ചെയ്തുണ്ടാക്കിയൊരു നല്ല സ്ക്രിപ്റ്റാണ് മനീഷ് മണി ഇവിടെ അവതരിപ്പിച്ചത്. മനീഷ് വളരെ ഈ ഒരു മേഖലയിൽ ഇത്തിരി സീനിയർ ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം ജോലി തിരക്കുകൊണ്ട് പരിപാടിക്കൊന്നും പോകുന്നില്ലെങ്കിലും വളരെ നല്ല സ്ക്രിപ്റ്റുകൾ അതിഗംഭീരമായി ഒബ്സർവ് ചെയ്ത് ഏറ്റവും പക്വമായി കൃത്യമായി ഒരു നല്ല കലാകാരന്റെ ഒരു തികഞ്ഞ കലാപ്രകടനമാണ് നമ്മളിവിടെ കണ്ടത്. ഗംഭീരമായി. ഓൾ ദി ബെസ്റ്റ്. മനുഷ്യ ഗംഭീരമായിരുന്നു കേട്ടോ. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ യൂസ് ചെയ്യാന്ന് പറയും. പ്രത്യേകിച്ച് കാര്യം അതിനൊരു സിഗ്നേച്ചർ പതിപ്പിച്ച് പോകാന്ന് പറയും. എനിക്ക് തോന്നുന്നു ഇന്നത്തെ ഒരു എപ്പിസോഡിൽ ഈ കാണുന്ന ആൾക്കാരുടെ മനസ്സിലൊരു സിഗ്നേച്ചർ പതിപ്പിച്ചൊരു ഒരു പ്രോഗ്രാമായിരുന്നു. കാരണം പിഷാല് പറഞ്ഞ പോലെ നമുക്ക് ഇതിനകത്ത് വേണ്ടാത്ത കൗണ്ടറുകളില്ല. പിന്നെ ഇതിനെ വളരെ മനോഹരമായിട്ട് ഈ പറഞ്ഞ പോലെ പാട്ട് കൊണ്ട് ഇത് താരതമ്യപ്പെടുത്തിയ ഒരു അവലോകനമുണ്ട്. അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അത് ഇതുവരെ നമ്മളതിനെ കേട്ടിട്ടില്ല. അതിനകത്ത് ഒരു പാട്ട് പോലും മോശമില്ലാത്ത പാട്ടുകൾ അവസാനം കൊണ്ട് നാറി നാറി വരെ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത് അത് നമ്മളെ തന്നെ ട്രോളി കൊണ്ട് നിർത്തി സൈനിങ് ഓഫ് എന്നുള്ളതാണ്. വളരെ തുടക്കവും ഒടുക്കവും വളരെ ഗംഭീരമായിരുന്നു. മനുഷ്യ അറിയാതെയാണോ എന്നറിയില്ല, പെട്ടെന്ന് നാറിന്ന് വിളിക്കുന്നില്ല എന്ന് പറയുന്നതിന് മുന്നേ ഒരു സെക്കൻഡ് മുന്നേ സാറ് കൈപൊക്കിയതായിട്ട് എനിക്കൊന്ന് തോന്നി. അല്ല, മനീഷിന്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. മനീഷിന്റെ അവതരണം നമ്മൾ വിചാരിച്ചതിനേക്കാൾ നല്ല രീതിയിലുള്ളൊരു അവതരണമായി. പക്ഷേ മനീഷ് ഇപ്പം തന്നെ ഇത് പാട്ടൊക്കെ പാടി ഒരു കാസറ്റിനകത്തോ അല്ലെങ്കിൽ ഒരു CD-നകത്തോ ആക്കിയിട്ട് ഈ പരിപാടി എവിടെയെങ്കിലും പോസ്റ്റ് ഓഫീസിൽ കൊണ്ടുപോയി അത് സീൽ ചെയ്ത് വീട്ടിൽ കൊണ്ട് മേടിച്ച് വെക്കണം. ഇവിടെ പലരും ഇതൊക്കെ കേട്ടിരിക്കുന്നുണ്ടേ. പല അമ്പലപ്പറമ്പിലേക്ക് ഇതൊക്കെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ഞാൻ ഇതിനെപ്പറ്റി തെളിവെടുക്കാൻ വന്ന ആളാണല്ലോ. എന്നിട്ട് ലാത്തി ഇങ്ങോട്ട് കാണിച്ചു തന്നാന്ന് മനസ്സിലായില്ലേ? അത് സൂക്ഷിക്കുക. കാരണം നമ്മളൊക്കെ പിന്നെ നമ്മുടെ സ്വന്തം വേഷത്തില്ല, വേഷം മാറി വരുന്ന ആൾക്കാരുണ്ട്. പിള്ളേരെ പിടുത്തക്കാര്, മോഷക്കാര്. അപ്പൊ വേഷം മാറി വരുന്നവരെ സൂക്ഷിക്കുക. ചിലപ്പോ നമുക്ക് ഇതാന്ന് പോലും തോന്നൂല. ചില താത്തമാര് നിന്ന് ഉത്സവപ്പറമ്പിൽ നിന്ന് ആമന താത്തയുടെ വേഷത്തിൽ എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോ അതെന്തായാലും അങ്ങനെയൊക്കെ ഉണ്ടാവാതിരിക്കട്ടെ, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് കേട്ടോ. പിന്നെ ഇതുപോലെ ഒരു കംപ്ലൈന്റ് ഞാൻ ഇരിക്കുന്ന സ്റ്റേഷനിലും വന്നിരുന്നു. ഇതുപോലെ ഒരു പാട്ട് പാടിയിട്ട് ഒരു പെണ്ണ് വന്ന് കംപ്ലൈന്റ് കൊടുത്തു. ഒരാൾ കള്ളു കുടിച്ചിട്ട് എനിക്കെതിരെ പാട്ട് പാടിയെന്ന്. കാരണം ഞാൻ രണ്ടുപേരെയും വിളിപ്പിച്ചു. എന്നിട്ട് എന്താ പാട്ട് പാടിയെന്ന് ചോദിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ പൊന്നു സാറേ, എനിക്ക് പാട്ട് പാടാൻ അറിഞ്ഞുകൂടാ, ഞാൻ പറഞ്ഞതാണ്, അതൊരു കേസായി മാറി. നീ ഏത് പാട്ട് പാടി? ആയില്യം പാടത്തെ പെണ്ണെ എന്നുള്ള പാട്ട്. അതിനെന്താണ് ഇപ്പം എത്ര പേർക്ക് കേസ് വരാനുള്ള കാരണം? അല്ല, എനിക്കത് പാടാൻ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് കള്ളു കുടിച്ചിട്ട് ഞാനത് പറഞ്ഞിട്ട് പോയപ്പോൾ ഇവരുടെ വീടിന് മുമ്പിൽ എത്തിപ്പോയി. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. നീ എങ്ങനെയാ പറഞ്ഞേ? ആയില്യം പാടത്തെ പെണ്ണേ, നിന്റെ മണിയറ കിലുകിൽ തുറന്നേടിയേ, ആര് കൊയ്തുകൊണ്ട് പോയേ വയൽപ്പൂ പറഞ്ഞത്. അത് വലിയ കേസായിട്ട് മാറി. അതുപോലെ തന്നെ ഈ ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര എന്നുള്ള പാട്ടില്ലേ, അത് ഇതുപോലത്തെ ഒരു പ്രശ്നമുള്ള പാട്ടാണ്. ഈ ചക്കര കൊണ്ട് പന്തലുണ്ടാക്കി അത് അളിഞ്ഞു പൊളിഞ്ഞിരിക്കും. അതിനകത്ത് തേനങ്ങോട് ഒഴിച്ചു കഴിഞ്ഞാൽ കണ്ടം പൂട്ടിയ മാതിരിയാവും ഇല്ലേ? അങ്ങനെ അതിൽ പറഞ്ഞിരിക്കുന്ന അവസാനം ചക്രവർത്തി കുമാര. ഏതെങ്കിലും ചക്രവർത്തിക്ക് കുമാര എന്ന പേരുണ്ടോ? അപ്പൊ അതൊക്കെ വലിയ പ്രശ്നങ്ങളാണ്.
അതാണ് എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമുക്കിനി ഒരുമിച്ച് ചെയ്യാലോ. എന്താ പറഞ്ഞ ഒരുമിച്ച് നമുക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ചെയ്യാലോ. കാരണം അത്യാവശ്യം പറഞ്ഞാലോ നല്ല. എടാ നിനക്കങ്ങനെ തോന്നും ഈനാമ്പച്ചിയും മരപ്പട്ടിയും ഒരുമിച്ച് എന്ന് തോന്നും. അല്ല, ഞാൻ ഈനാമ്പച്ചി ആവാൻ താല്പര്യപ്പെടുന്നു. തീർച്ചയായിട്ടും. അപ്പം നീ എന്നെ മരപ്പട്ടി എന്നാ വിളിച്ചത് അല്ലേ? ഓക്കെ. നിന്റെ സ്റ്റേഷൻ എവിടെ? എന്റെ സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ സൗത്ത്. റെയിൽവേ സ്റ്റേഷൻ സൗത്ത്. അവിടെ റെയിൽവേ പോലീസ് ഉണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. മനീഷ് വൺസ് അഗൈൻ അടിപൊളിയായി. പറയാനുള്ളത് ഈ ജോലി തിരക്കുകൾക്കിടയിലും ഡു ബി എ പാർട്ട് ഓഫ് അവർ ഷോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മാർക്സ് നമുക്ക് കുറച്ച് കഴിഞ്ഞ് അറിയാം. താങ്ക് യു. ഇനി നമുക്ക് കാണാം കാന്താരി മഹേശ്വരി ചേച്ചിയുടെ ഒരു സ്റ്റാൻഡപ്പ്. നമസ്കാരം, ഞാൻ മഹേശ്വരി സതീശൻ, എറണാകുളം ജില്ലയിലെ തേവക്കിൽ നിന്ന് വരുന്നു. ഞാൻ പഠിച്ചതും ജനിച്ചതും അല്ല, ജനിക്കുന്നതിന് മുമ്പേ പഠിക്കാൻ പറ്റത്തില്ലല്ലോ, ജനിച്ചതും പഠിച്ചതും വളർന്നതും എല്ലാം അങ്ങ് കേരളത്തിലാണ്. പിന്നെ എൻ്റെ ഡിഗ്രികളുടെ കാര്യമൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. FACT, NAD, HMT, KSRTC, KSFE ഇതെല്ലാം എൻ്റെ സ്വന്തം ഡിഗ്രികളാണ്. ഇതെല്ലാം ഞാൻ എടുത്തതും അങ്ങ് കേരളത്തിൽ നിന്നാണ്. എനിക്കിപ്പോൾ ഇച്ചിരി തേജസ് ഓജസ്സൊക്കെ തോന്നുന്നില്ലേ നിങ്ങൾക്ക്? അതേ, ഞാൻ മൂലക്കുര്യാദി ലേഹ്യമാണ് കഴിക്കുന്നത്. അപ്പം നിങ്ങൾ ഓർക്കും ഈ ലേഹ്യം എവിടെ നിന്ന് കിട്ടുന്നു? എൻ്റെ പറമ്പിൻ്റെ മൂലയ്ക്കൊരു പ്ലാവുണ്ട്. ആ പ്ലാവിലെ കുരു എടുത്താണ് ഞാൻ ഈ ലേഹ്യം ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഡെയിലി 3 സ്പൂൺ വെച്ച് കഴിച്ചാലുണ്ടല്ലോ, ഗ്യാസിന് ബെസ്റ്റാ. 10 പൈസ ചിലവില്ലാതെ നമുക്ക് ഗ്യാസ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് ഗ്യാസ് കണക്ഷൻ തരാനൊന്നും വന്നതല്ല കേട്ടോ. ഞാനേ ഈ തമിഴ്നാടും കേരളവും തമ്മിൽ കുറച്ച് നാൾ ഈ മുല്ലപ്പെരിയാർ പ്രശ്നം പറഞ്ഞ് ഭയങ്കര അടിയുണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നല്ലോ. അതുപോലെ ഞാനും തമിഴ്നാടും തമ്മിൽ ഒരു അടിയുണ്ടായി. അതെങ്ങനെയാണെന്ന് പറയാനാണ് ഞാനിവിടെ വന്നത്. നമ്മുടെ നാട്ടിലൊക്കെ ഈ തമിഴന്മാർ വരൂല്ലേ, പലിശ തമിഴന്മാർ വരൂല്ലേ. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞാനിങ്ങനെ മനസ്സിലോർത്തോ, ഒരു തമിഴന് അണ്ണാച്ചി വരികയാണെങ്കിൽ ഇത്തിരി പൈസ ചോദിക്കാമല്ലോ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ ആലോചിച്ചിരുന്നതല്ല. ഉടനെ മുറ്റത്തൊരു വിളി, അമ്മാ അമ്മാ, ഇങ്ക ആരുമില്ലേ. അല്ല പിച്ചക്കാരാന്നും പറഞ്ഞിട്ട് ഒരു 50 പൈസ എടുത്ത് ഞാൻ നിറയത്തി ചെന്നപ്പം ഒരു പ്രായം ചെന്ന ഒരു തമിഴനും ഒരു പ്രായം കുറഞ്ഞൊരു തമിഴനും, ആ അമ്മ കാസ് വല്ലതും വേണോ? കാസ് തരാം. ആ അപ്പം ആ പൊക്കം ആ ചെറിയ അണ്ണ, അപ്പം ഞങ്ങൾ ചിന്നണ്ണനും പെരിയണ്ണനും ഞാൻ അവിടെ അപ്പം തന്നെ പേരിട്ടു. അപ്പം ഈ ചിന്നണ്ണൻ പറഞ്ഞു, ചേച്ചി കല്യാണം കളിച്ചതാണോ? അപ്പം എനിക്ക് സന്തോഷമായി, എന്നെ കണ്ടപ്പോൾ കല്യാണം കഴിച്ചതെന്ന് തോന്നിയില്ലല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ആ കഴിച്ചതാ. ചേച്ചിയുടെ കണവനെങ്കെ? അപ്പം ഞാൻ ആ കണവൻ പറഞ്ഞാൽ കാസ് തരാം. ഓ പെട്ടു. എന്താണെന്ന് വെച്ചാൽ വീട്ടിലെ പുള്ളിക്കാരൻ ജോലിക്ക് പോയി വന്നാൽ 1 മാസം കഴിഞ്ഞ് വരത്തുള്ളൂ. എനിക്കാണെങ്കിൽ പൈസ അത്യാവശ്യം. അപ്പം ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യൊന്ന് കറങ്ങിയിട്ടൊക്കെ വാ, അപ്പോഴത്തേക്ക് എൻ്റെ കെട്ടിയവൻ ഇവിടെ ഉണ്ടാവും. അങ്ങനെ അവർ കറങ്ങാൻ പോയി. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എങ്ങനെയും പൈസ കിട്ടിയേ മതിയാവും. ഞാൻ റോഡിലേക്ക് പോയി നിന്നു. 1, 2, 3 പേര് ആണുങ്ങൾ വന്നിട്ട് എനിക്ക് അത്ര മാച്ചല്ല. 4ാമത് ഒരാൾ വരുന്നു, ഒരു തറവാടി. അയാൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടാ ഒന്ന് നിൽക്കണേ. എന്താ വെച്ച്? അതെ, കുറച്ച് നേരത്തേക്ക് എൻ്റെ ഭർത്താവാകാൻ പറ്റുമോ? പുള്ളിക്കാരൻ എന്നെ അടിമുടിയെന്ന് നോക്കുക. ഇതെന്താ ചങ്ങലക്കിട്ടോ അല്ല ചങ്ങലയെ പൊട്ടിച്ചിട്ട് വന്ന വല്ല പ്രാന്തിയാണോ? നോക്കി ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചേട്ടാ ഇങ്ങനെ മാതിരിയാ കാര്യം. ഉടനെ അയാൾ പറഞ്ഞു, ശരി ഞാൻ സമ്മതം. അങ്ങനെ റോഡിൽ വെച്ച് ആർഭാടവും കൊട്ടും കൊരവയൊന്നുമില്ലാതെ എൻ്റെ 2ാം കെട്ട് കഴിഞ്ഞു. അങ്ങനെ ഞാൻ ഈ എൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഭർത്താവായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് നടന്നു വരുമ്പോണ്ടല്ലോ, ഈ പുള്ളിക്കാരൻ എന്നെ ഒന്ന് മുട്ടാനും ഒന്ന് ഉരുമാനും ഭയങ്കര ഒരു മോഹം. ഞാൻ പറയാം, ആളത്ര വെടിപ്പല്ലല്ല. നമ്മുടെ ചാന്തുവട്ടിലെ ദിലീപ് പറയുന്ന പോലെ ആളത്ര വെടിപ്പല്ലെന്നേ മനസ്സുകൊണ്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അയാൾ എൻ്റെ അടുത്തേക്ക് വരിക. അപ്പൊ ഞാൻ പറഞ്ഞു, ചേട്ടോ അംഗം കണ്ടാ മതി, താടി ഒടിക്കല്ലേ. പുള്ളിക്കാരൻ വീട്ടിൽ വന്ന് ഷർട്ട് അങ്ങോട്ട് ഊരി ഞങ്ങളുടെ കസേരയിലേക്ക് അങ്ങോട്ട് മലന്നിരുന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ഭർത്താവ് അല്ലെന്ന് ആരും പറയത്തില്ല. അപ്പം ഇയാൾ പറയാം, ഒരു കട്ടൻ തരുമോ? അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ ഇയാൾക്ക് കട്ടൻ മുട്ടിയിരിക്കുക. പിന്നെ ഇയാൾ സദ്യ ചോദിക്കാഞ്ഞ എൻ്റെ ഭാഗ്യം, കല്യാണം കഴിഞ്ഞല്ലേ. അങ്ങനെ കവടന്മാർ വന്നോ കണവൻ വന്നോ? ഞാൻ പറഞ്ഞു കണവൻ വന്നു. ഉടനെ ഇയാൾ പറയാം, ഇതെൻ്റെ ഭാര്യയാണോ? കാശ് ഇഷ്ടംപോലെ കൊടുത്തോ? ഞാൻ ഏറ്റു. അങ്ങനെ അയാളങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ തമിഴൻ ചോദിച്ചു, എത്ര കാശ് വേണം? അത് ഞാൻ പറഞ്ഞു, എനിക്കൊരു 10,000 രൂപ തരണം. അയ്യോ അത് തരത്തില്ല, 5,000 രൂപ തരാം. ഉടനെ 5,000 രൂപ തന്നു കഴിഞ്ഞപ്പോൾ ഒരു കാർഡ് അവർ എഴുതി ഒപ്പിട്ട് തന്നു. കേരളവും തമിഴ്നാടും തമ്മിലുള്ള വായ്പാ കരാറിൽ ഒപ്പിട്ടൊരു താമ്രപത്രം എൻ്റെ കയ്യിലേക്ക് വന്നു. പിന്നെ
ഇനിയാണ് കളി. ആദ്യത്തെ പ്രാവശ്യം നല്ല കറക്റ്റായിട്ട് ഇടുക കേട്ടോ, നല്ല മര്യാദക്കാരാ. അണ്ണാവനെ ദൂരേന്ന് കാണുമ്പോൾ തന്നെ ഇവിടെ കാർഡും കാശും എടുത്തങ്ങ് വെച്ചിട്ടിങ്ങനെ ഇരിക്കും, നല്ല മര്യാദയാ. ആ എഴുതി. പിറ്റേ ആഴ്ചയാ വന്നപ്പോൾ ഉണ്ടല്ലോ, ഈ ചൊവ്വാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറയും, മറന്നുപോകും. പിറ്റേ ആഴ്ച വന്നപ്പോഴത്തേക്ക് എനിക്ക് കൊടുക്കാൻ കാശില്ല. ഞാൻ എന്ത് ചെയ്തു, മുമ്പത്തെ കഥ കടച്ചിട്ട് എന്നാൽ ഇച്ചിരി കറിക്ക് അരിയാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുക്കളയിലേക്ക് വന്ന് ഇരുന്ന് തക്കാളി എടുത്ത് ഇങ്ങനെ അരിഞ്ഞോണ്ട് ഇപ്പം മഹേശ്വറിയെ കാസിട് എന്താ പറയുക. ഇയാൾ വിളിച്ച് അടുക്കള ഭാഗത്ത് വന്നപ്പോൾ ഞാൻ ഈ തക്കാളി അരിഞ്ഞോണ്ടിരിക്കാം. ഇയാൾ പറയണേ, തക്കാളിയെ അരിഞ്ച് അള്ളി ശാപ്പിടും. കാശ കേൾക്കുമ്പോ അടുത്ത ആഴ്ചവാ ഈ ആഴ്ചയില്ല, അടുത്ത ആഴ്ചവാ ഈ ആഴ്ചയില്ല. ഞാണം ഉണ്ട എന്ന് പറയുമ്പോൾ ഞാൻ ഒരൊറ്റ ചിരി പറയാം, ഓ മൂഞ്ചയെ പാത്താലും പോരും എന്ന് പറഞ്ഞ് വളവള എന്തോ പറഞ്ഞിട്ട് ഇയാൾ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞ് പിറ്റേ പ്രാവശ്യവും ഞാൻ കൊടുത്തു. നിങ്ങളോർക്കും ഞാൻ കൊടുക്കാത്ത ആളാണെന്ന്. പിറ്റേ ആഴ്ച ഞാൻ കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഈ ചൊവ്വാഴ്ച വന്ന് അങ്ങ് മറന്നുപോയി. നോക്കിയപ്പോൾ എന്ത് ചെയ്യും, അയാളാണെങ്കിൽ റോഡിൽ വന്നിട്ടുണ്ട്. ഞാൻ വേഗം തന്നെ ഓടിപ്പോയി ഇച്ചിരി കൺമഷി എടുത്തു, ഇവിടെ എഴുതി ഒരു പൊട്ട തൊട്ടു, ഒരു ഇച്ചിരി കുങ്കുമം അങ്ങോട്ട് കലക്കി ചുണ്ടിലും അങ്ങോട്ട് വെച്ച് ചെറുപ്പക്കാരിയായിട്ട് ഞാൻ ഒരുങ്ങി മോളുടെ ഒരു മിടിയും ടോപ്പും എടുത്തിട്ട് അവിടെ അങ്ങ് ഇരുന്നപ്പോൾ ഇയാൾ പതിവ് പോലെ വിളിച്ചോണ്ട് വന്നപ്പോഴത്തേക്ക് എന്നോട് ചോദിച്ചു, മഹേശ്വറി ഇല്ലേ? അപ്പം ഞാൻ പറഞ്ഞു, ഇവിടെ ഇല്ല, അമ്മ നാട്ടിൽ പോയി. ഹാ, ഇത് ആറ് മഹേശ്വറിയുടെ മകളാ? ആ സുന്ദരിയായിരിക്കുന്നല്ലോ, നീ എന്നെ പണ്ടറേ. ഞാൻ പറ അതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് അറിയത്തില്ല. അയാളൊക്കെ പോയി. അത് കഴിഞ്ഞ് പിന്നെ 2-3 ആഴ്ച കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഒറിജിനൽ ഭർത്താവാണ് അവിടെ നിന്നപ്പോൾ ചോദിച്ചു, മഹേശ്വരി ഇല്ലേ? ഉടനെ പുള്ളിക്കാരെ പറഞ്ഞു, മഹേശ്വരി ഇല്ല, വിറ്റുപോയി, ഇവിടുന്ന് വിറ്റുപോയി. അപ്പോൾ അയ്യോ കടവുളെ ചതിച്ചാ പറയില്ല, അവർ കുറച്ച് ദൂരെയാണ് അവർ താമസം. എന്നാ സേട്ടാ, ആ മഹേശ്വരി ഇപ്പൊ താമസിക്കുന്ന ആ വീടിലേക്ക് പോകുന്ന വഴി ഒന്ന് പറഞ്ഞതാ സേട്ടാ എന്ന് പറഞ്ഞു. വീട്ടുകാരൻ പറഞ്ഞു, നേരെ സ്ട്രൈറ്റ്, പിന്നെ 2 വളവ്, പിന്നെ ഒരു 5-6 ടേണിങ്. അത് കഴിയുമ്പോൾ ഒരു പെട്ടിക്കടയിൽ ഒരു വയസ്സനിരിപ്പുണ്ട്. അയാളോട് ചോദിച്ചാൽ മതി, പറഞ്ഞു തരും. അങ്ങനെ ആ തമിഴൻ പോയി. പിന്നെ ആ തമിഴൻ വന്നെടുത്ത് പുല്ല് പോലും കിളിച്ചിട്ടില്ല, എന്നോട് വന്നിട്ടില്ല. പിന്നെ വീട്ടിലൊരു ശകലം പണിയുണ്ടായിരുന്നു, ഈ സിമെന്റിന്റെ പൊട്ടിപ്പൊളിഞ്ഞൊരു പണിയുണ്ടായിരുന്നു. അപ്പോൾ ഒരു തമിഴൻ വന്നപ്പോഴത്തേക്ക് ഇയാൾ പറഞ്ഞു, പണിയൊക്കെ നല്ലപോലെ ചെയ്യും. എൻ്റെ സിമെൻറ്റ് കാണിച്ചു കൊടുത്തു, മണലൊക്കെ കാണിച്ചു കൊടുത്തു. ഇയാളിത് കുഴച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ പുള്ളിക്കാരനൊരു സ്വഭാവം ഉള്ളത്, ഇത്തിരി മദ്യം കിട്ടിയാൽ ഇത് ഈ വരാല് വെള്ളം എടുക്കുന്ന മാതിരി കയറി ഇറങ്ങി കുടിയാ. അന്നേരം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ശകലം ഈ തമിഴന് കൊടുത്തു. ഈ തമിഴനത് കുടിച്ചു കഴിഞ്ഞപ്പോൾ തമിഴൻ്റെ വീഴ്തം മാറി. പിന്നെ മമ്മട്ടിയൊക്കെ എടുത്ത് വിട്ടത് പിന്നെ അത് ഇങ്ങനെയൊക്കെ വെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നാക്കൊക്കെ കുഴഞ്ഞു പോയി. അവിടെ ചേട്ടാ സിമന്റ് ഇവിടെ ക്ഷേച്ച് ചേട്ടൻ്റെ എവിടെയാ തേക്കണ്ടേ? അവിടെ പുള്ളിക്കാരെ എന്റെ നെഞ്ചത്തോട്ട് തേക്കടാ, ഞാനല്ലേ ഈ കുരുത്തക്കടൊക്കെ കാണിച്ചത്, നീ എന്റെ നെഞ്ചത്തോട്ട് തേക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, വല്ല ആവശ്യമുണ്ടോ കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ മേടിക്കാനായിട്ട്? ഹാ, ചേച്ചി എന്നെ പട്ടി എന്ന് പറഞ്ഞില്ലേ ചേട്ടാ? ചേട്ടന്റെ സംസാരം ശരിയല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അതിന് ചേട്ടൻ നിന്നെ ഒന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ചേട്ടന് മനസ്സിലായി സംസാരം എന്ന് പറഞ്ഞാൽ ഭാര്യയാണെന്നർത്ഥം. ഉടനെ ഞാൻ പറഞ്ഞു, ഇറങ്ങടാ വെളിയിൽ. അവ പറഞ്ഞു, കാസുതാ. ഉടനെ കാശ് അയാളും കൊണ്ടുപോയി വീട്ടിലെ പണി മുഴുവനും എൻ്റെ കെട്ടിയവനും എടുക്കുകയും ചെയ്തു. പിന്നെ എനിക്കൊരു മോഹം വന്നത് സ്വയം തൊഴിലായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അങ്ങനെ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, കുറച്ച് കാശ് ഒപ്പിച്ചിട്ട് തമിഴ്നാട്ടിൽ പോയി കുറച്ച് പട്ടുപാവടയുടെ തുണി കൊണ്ടുവന്നു. അപ്പോൾ ഈ സീസണിൽ ഞങ്ങൾക്ക് ഈ പട്ടുപാവടയുടെ ഒക്കെ പരിപാടി ഉണ്ടാവും. അതിന് തുണി എടുത്തുകൊണ്ട് വന്നാൽ അപ്പോൾ തയ്യക്കാരെ കിട്ടണം. തയ്യക്കാരില്ല, എന്ത് ചെയ്യും? അപ്പം നോക്കിയപ്പോൾ ദണ്ടറ ഒരു തമിഴൻ, അയാൾ നല്ല തയ്യക്കാരനാണെന്ന് പറഞ്ഞു. അയാൾ വന്നു കഴിയുമ്പോൾ ഞാൻ ചോദിച്ചു, നീ തയ്ക്കോ? ആ, ഞാൻ പയ്യെ തയ്ക്കും ചേച്ചി, പയ്യെ തയ്ക്കും. നീ പയ്യെ തയ്ച്ചാൽ മതി, നീ ധൃതി പിടിച്ചൊന്നും തയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ പയ്യെ സാവധാനം നീ തയ്ച്ചാൽ മതി. ചെറിയ ചേച്ചി നീ വെട്ടി തയ്ക്കോ? ആ, ഞാൻ വെട്ടി എല്ലാ അളവും തയ്ക്കാം. ഓ ശരി എന്ന് പറഞ്ഞാൽ ഞാൻ പുറത്ത് പോയി വന്നപ്പം ഇത് തയ്ച്ച സാധനങ്ങളെല്ലാം മൂല കൂട്ടിയിട്ടുണ്ട്. പച്ച കളറുണ്ട്, ചുവപ്പ് കളറുണ്ട്, നീലയുണ്ട്, മഞ്ഞയുണ്ട്, എല്ലാം ഉണ്ട്. സന്തോഷമായി, അവനെല്ലാം ചെയ്തല്ലോ. ഞാനും കൂടെ നോക്കുമ്പോൾ ഉണ്ടല്ലോ ഈ സാധനങ്ങൾ ഓരോന്നെടുത്തപ്പോൾ എൻ്റെ സഞ്ചി എല്ലാം വലിയ സഞ്ചികൾ, വലുതും ചെറുതായിട്ടുള്ള സഞ്ചികൾ. അപ്പം ഞാൻ ചോദിച്ചു, നീ എന്ത് പണിയായി കാണിച്ചു? നീ എന്നെ കൊല്ല് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയോട് പയ്യെ തയ്ക്കുള്ളെന്ന് പറഞ്ഞു വന്നപ്പോൾ എന്നാ തമിഴിൽ പൈ എന്ന് പറഞ്ഞ സഞ്ചി എന്നർത്ഥം. എനിക്കറിയാൻ പാടില്ല, പൈ എന്ന് തമിഴിൽ പറഞ്ഞാൽ മലയാളത്തിൽ സഞ്ചി എന്നർത്ഥം എനിക്കറിയാൻ പാടില്ല. ഞാൻ പിന്നെ വിചാരിച്ചു എന്ത് ചെയ്യും. തമിഴൻ പറഞ്ഞു, ചേച്ചിക്ക് തമിഴ് അറിയാത്തത് എൻ്റെ കുഴപ്പമൊന്നും അല്ല. ഞാൻ പറഞ്ഞില്ലേ പയ്യെ തയ്ക്കുള്ളെന്ന്, ഞാൻ കറക്റ്റ് പറഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാ, ഞാനെന്ത് ചെയ്യും? അപ്പം ഞാൻ പറഞ്ഞു, ഒന്നുമല്ലടാ, ഇതെല്ലാം എൻ്റെ കുഴപ്പം തന്നെ, തമിഴ് അറിയാത്തതിൻ്റെ പേരിൽ എൻ്റെ ലൈഫ് പോയെന്ന് തന്നെ ഞാൻ വിചാരിച്ചു. നമസ്കാരം. മഹേശ്വരി
ചേച്ചി നന്നായിരുന്നു. ചേട്ടാ അത് തന്നെ വളരെ നന്നായിരുന്നു. കുറെ കഥകൾ നല്ല ഇത് ഈ തമിഴൻ ഉണ്ടായിരുന്ന തമിഴനാണോ ഉള്ളത്? ഉണ്ടായിരുന്നു. മറ്റേ ഭർത്താവോ? ഭർത്താവ് അയാൾ ആ വഴി കയറി കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് നോക്കട്ടെ. നടന്ന സംഭവമാണോ അതൊക്കെ? ഇല്ല, ഈ ചിന്നണ്ണനും പെരിയണ്ണനും ഉണ്ടായിരുന്ന ആളാ. ഇയാള് വരുമ്പോ ഉണ്ടല്ലോ ഞങ്ങളുടെ വീടുകളെല്ലാരും അടച്ചിടും. അടച്ചിട്ട് വരുമ്പോ അവിടെ ഒരു ചീവീടിന്റെ സ്വര ചീ ഗീ എന്ന മനുഷ്യരില്ല, എല്ലാം അടച്ചിരിക്കുക. അയാൾ പോയി കഴിയുമ്പോ ഈ ആമ വെളിയിലേക്ക് തലയിടുന്നവരെ എല്ലാവരും പോയെന്ന് അറിയുമ്പോ എല്ലാരും പുറത്ത് വരും. എത്ര രൂപ മേടിച്ചു ചിന്നണ്ണന്റെ ചിന്നന്റെ പേരില് അന്ന് 5000 ഒന്നും കിട്ടത്തില്ലല്ലോ, അന്ന് 1000-500 രൂപയെ കിട്ടിയുള്ളൂ. അത് നിസ്സാരം പൈസ കൊടുത്താൽ മതി, ഒരു 75 ഒക്കെ കൊടുത്താൽ മതി. അന്ന് ഇല്ലല്ലോ, അന്ന് പൈസ, അന്ന് ബുദ്ധിമുട്ടുള്ള കാലമല്ലേ. ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഇന്നുണ്ട്. പക്ഷെ ചൊവ്വാഴ്ച അണ്ണാശി എന്ന് പറയുന്ന ആളെ ഇപ്പൊ പൊതുവെ കുറവാന്ന് തോന്നുന്നു. മറ്റേത് മാർക്കറ്റിൽ രാവിലെ കൊടുത്ത് വൈകുന്നേരം തിരിച്ചു മേടിക്കുന്നതൊക്കെ അല്ലാതെ വീടാന്തരം വന്ന് കൊടുപ്പ് അണ്ണാശി പറഞ്ഞ പിടി വിട്ടുപോയി. എല്ലാം കൂടെ 120 കോടി എങ്ങാണ്ട് കേരളത്തിൽ നിന്ന് പിരിഞ്ഞു കിട്ടാറുണ്ട് ഇവരുടെ 500 കൊടുത്തത്. അത്ര ഉണ്ടായിരുന്നു ഒരു കാര്യം. എന്റെ കുട്ടിക്കാലത്തൊക്കെ ഓർമ്മയുണ്ട്. വരുന്ന ആൾക്കാർ പരിച്ചുകൊണ്ട് ജീവിക്കുന്നവര് നല്ല രസമുള്ള ഒരു പറച്ചിലായിരുന്നു. ആ ഭർത്താവിനെ കണ്ടെത്തിയ കഥയും അയാളുടെ ഒരു വരവും അയാളുടെ ഷർട്ടഴിച്ച ഉമ്മർത്തിരുന്നൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അത്ര നല്ല രസമുള്ള ഒരു കഥാകഥനം, നല്ല പറച്ചിലായിരുന്നു. കഥ രസമുള്ളതായിരുന്നു. ആ ഒരു കഥ പോക്കറ്റിന്റെ ഒരു കഥ, മൊത്തത്തിൽ 2-3 കഥകളാണുള്ളത്. അതിന്റെ ഇടയിൽ ഇച്ചിരി നർമ്മക്കുറവ് അങ്ങിങ്ങായിട്ടൊക്കെ തോന്നി. പക്ഷെ നല്ല കോൺഫിഡന്റ് ആയിട്ട് നല്ല രസമായിട്ട് നിങ്ങൾ വേണേ കേട്ടോ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്നുള്ള പോലെ പറയാണ്. നല്ല രസമുണ്ടായിരുന്നു. സൂപ്പറായി കേട്ടോ. ചേച്ചി ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പൊ ഡയാന ചോദിച്ചില്ലേ ചേച്ചി നടന്ന സംഭവമാണെന്ന് ചോദിച്ചില്ലേ, ചേച്ചി നടന്ന സംഭവം പോലെയാണ് നമ്മളോട് പറഞ്ഞത്. പിന്നെ ഇതൊരു പ്ലാറ്റ്ഫോമാണ്, ഒരു കോമ്പറ്റീഷൻ പ്ലാറ്റ്ഫോം എന്നൊക്കെ മറന്നിട്ട് ചേച്ചി നമ്മളോട് കുറെ നേരം ഒന്ന് വർത്താനം പറഞ്ഞു. അത് ഈ പറഞ്ഞ പോലെ നടന്നൊരു ഫീല് കിട്ടി എന്നുള്ളതാണ്. എല്ലാം നന്നായിരുന്നു കേട്ടോ, എല്ലാം കൗണ്ടറൊക്കെ ആണെങ്കിലും നന്നായിരുന്നു. പിന്നെ എന്ന് പറയുന്ന ഒരു പേടിയില്ല, ടെൻഷൻ ഇല്ലാതെ വളരെ രസകരമായിട്ട് നമ്മുടെ ദൗത്യം നിറവേറ്റി എന്നുള്ളതാണ്. ഓൾ ദ സ്റ്റേജ് അടിപൊളി. സെക്ഷൻ 375 ആൾമാറാട്ടം, സെക്ഷൻ 493 IPC വഞ്ചന, പറ്റിക്കൽ, അങ്ങനെയുള്ള പരിപാടി. ഇത് തമിഴനായാലും തമിഴ്നാടായിട്ടുള്ള ബന്ധമായാലും കേസ് തന്നെയാണ്. പണ്ടത്തെ കേസ് ഇവിടെ വ്യക്തമായിട്ട് നിങ്ങൾ പറഞ്ഞതിന് തെളിവുണ്ട്. അപ്പൊ അതുകൊണ്ട് പേരിൽ കേസ് എടുക്കാതിരിക്കാൻ പറ്റില്ല. കേരള പോലീസിന് അന്വേഷിക്കാൻ പറ്റും. കേരള പോലീസ് ഇവര് കേരളത്തിലല്ലേ താമസിക്കുന്നത്, എനിക്ക് കേരള പോലീസിന് അന്വേഷിക്കാലോ. ഇവിടെ എടുക്കാം. ആൾമാറാട്ടമാണ്. ആൾമാറാട്ടം സ്വന്തം ഭർത്താവിനെയാണ് ആൾമാറാട്ടം നടത്തിയിരിക്കുന്നത്. കരക്കാരാണെങ്കിൽ നമുക്ക് സഹിക്കാമായിരുന്നു, സ്വന്തം ഭർത്താവിനെ. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് പറയുന്നു സ്വന്തം ഭർത്താവിനെ ആൾമാറാട്ടം നടത്തി, തമിഴിനെ പറ്റിച്ച് പൈസ പറ്റിച്ച് ഞാൻ പൈസ മേടിച്ചു. എന്ത് അഭിമാനത്തിലാണ് പറയുന്നത്. എന്നിട്ട് ആ കഥ ഇവിടെ കൊണ്ടെന്ന് പറഞ്ഞ് നമ്മളെ പറ്റിച്ച് ഇനിയും പൈസ മേടിക്കുക. ഇതാരും അറിയത്തില്ല എന്ന് പറഞ്ഞാണ് പറഞ്ഞത് ഇവിടെ. ഇതാരും അറിയത്തില്ല. ഈ 13 ക്യാമറയും വെച്ചിട്ട് അതിന്റെ മുമ്പിൽ നിന്ന് പറയുന്നു, ഓർക്കണം. ഇത് വലിയ കേസാണ്, വിചാരിക്കുന്ന മാതിരത്തെ കേസല്ല. ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ വെച്ചാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എനിക്ക് കേസെടുക്കാതിരിക്കാൻ പറ്റില്ല, സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. പക്ഷെ നമ്മുടെ ഒരു വേണ്ടപ്പെട്ട മത്സരാർത്ഥിയാണ് സർ, കേസൊന്നും എടുക്കരുത്. ഈ റെക്കമെൻഡേഷൻ ഞാൻ എടുക്കില്ല കേട്ടോ. നിങ്ങൾ ഇവിടുത്തെ ആങ്കർ അല്ലേ, ഈ ആങ്കർ പറഞ്ഞു കഴിഞ്ഞാലൊന്നും അതിന്റെ പേരിൽ കേസ് മാറ്റേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ പിഷാരടി പറഞ്ഞാൽ ഞാൻ മൈൻഡ് ചെയ്യില്ല. അപ്പം എന്തായാലും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിൽ വെക്കണം. ഇനി ഇതുപോലത്തെ അബദ്ധങ്ങൾ കാണിക്കരുത്. പക്ഷെ പറഞ്ഞതിൽ തമാശ ഉണ്ടായത് കൊണ്ട് ഞാൻ തൽക്കാലം കേസെടുക്കുന്നില്ല. മഹേശ്വരി ചേച്ചി, അപ്പോ ഒരിക്കൽ കൂടി നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. മാർക്സും കുറച്ച് കഴിഞ്ഞ് അറിയാം. അങ്ങനെ മനീഷ് മണി, മഹേശ്വരി രണ്ടുപേരുടെയും പെർഫോമൻസിൽ അടിപൊളിയായിരുന്നു. രണ്ടുപേരും നന്നായിട്ട് പാടുന്നവരായിരുന്നു. ഇനി നിങ്ങൾക്ക് അറിയേണ്ടത് മാർക്സ് ആണ്. രമേശ് ചേട്ടാ. മഹേശ്വരി ചേച്ചി 50-ൽ 46. ചേച്ചി 50-ൽ 46. വീണ്ടും 46. That makes 92 out of 100. സൂപ്പർ. മനീഷ്. മനീഷ് ഞാൻ 50-ൽ 49. ഞാൻ 50-ൽ 48. അടിപൊളി. അപ്പോ 97 out of 100. സൂപ്പർ, പൊളിച്ചു. അപ്പൊ നമ്മുടെ ഈ എപ്പിസോഡിലെ ബെസ്റ്റ് പെർഫോമർ ഇസ് മനീഷ് മണി. വൺസ് അപ്പോൺ എ ടൈം കലിപ്പനും കാന്താരിയും വിജയികൾക്ക് ലഭിക്കുന്നത് ഹാർവസ്റ്റ് എബ്രോഡ് സ്റ്റഡീസ് നൽകുന്ന സമ്മാനം.
അലിപ്പനും കാന്താരിയും കംപ്ലീറ്റ് ആവുകയാണ്. വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.